IBPS PO കിട്ടിയതിനു ശേഷം നമ്മൾ ആദ്യമായിട്ട് വീണയെ കാണാൻ പത്തനംതിട്ടയിലുള്ള വീണയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വീണയെ കാണാൻ പോയാലോ? IBPS PO മാത്രമല്ല 2025 എല്ലാ എക്സാംസും വീണ എഴുതിയിട്ടുണ്ടായിരുന്നു. RRB POയുടെ മെയിൻസ് ക്ലിയർ ചെയ്ത് ഇനി വരാനുള്ള ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. കൂടാതെ എല്ലാ ക്ലർക്ക് എക്സാമിന്റെയും മെയിൻസ് എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. വയസ്സിൽ IBPS PO ആയിരിക്കുകയാണ് നമ്മളുടെ വീണ. അപ്പൊ ആ സന്തോഷത്തിലാണ് വീണയുടെ കുടുംബം മുഴുവൻ. ബാങ്ക് ഓഫ് ബറോഡയിലാണ് വീണയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അനിയനും ഒക്കെ എന്താണ് വീണയെ പറ്റി പറയാനുള്ളത്? ഈ ഒരു സന്തോഷ നിമിഷത്തിൽ എന്ത് തോന്നുന്നു വെച്ചാ? വീണയുടെ സന്തോഷത്തിൽ സന്തോഷപ്പെടുന്നു. പിന്നെ അവള് സൈലത്തിന്റെ കോഴ്സ് എടുത്താണ് പഠിച്ചത്. അത് അവൾക്ക് ഒത്തിരി ഉപകാരങ്ങൾ ചെയ്തു. അതിൽ നന്ദി അറിയിക്കുന്നു. അപ്പൊ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് ഈ ഒരു സന്തോഷ നിമിഷത്തില്? അപ്പൊ വീണ കുറെ നാളുകൊണ്ട് പഠിക്കുകയായിരുന്നു അല്ലെ? അപ്പം ഈ പഠനത്തിന്റെ കുറേ ഘട്ടങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ആദ്യം എഴുതുമ്പോൾ ഒന്നും കിട്ടത്തില്ലായിരിക്കും. അപ്പൊ അമ്മ എങ്ങനെയാ വീണയെ സപ്പോർട്ട് ചെയ്തത്? കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ കിട്ടി, ഒത്തിരി സന്തോഷം. പഠിപ്പിച്ച ടീച്ചർമാർ, സാറുമാർ എല്ലാവരോടും നന്ദി അറിയിച്ചു. അനിയൻ ഈ ഒരു അവസരത്തിൽ എന്താ വീണയോട് പറയാനുള്ളത്? അവളുടെ ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറെ വർഷമായിട്ടുള്ള ഹാർഡ് വർക്കായിരുന്നു. ഉറക്കമൊന്നും ഇല്ലാതിരുന്ന് വർക്ക് ചെയ്തത്. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് കിട്ടി. അതിന്റെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. നന്നായിട്ട് ഇനിയുള്ള കരിയറിലാണെങ്കിലും ഒക്കെ നല്ല മെച്ചം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒത്തിരി സന്തോഷം. ഇവിടെ വന്ന് ശരിക്കും നിങ്ങളെ കാണാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചതല്ല. പക്ഷെ ഒത്തിരി സന്തോഷം, വളരെയധികം സന്തോഷം. ഇനിയും അച്ചീവേഴ്സ് മീറ്റ് ഉണ്ടാകും. അന്നും എല്ലാവരും ഇതേപോലെ പേരൻസും അനിയനും ഒക്കെ ഉറപ്പായിട്ടും എത്തണം. അന്ന് വലിയൊരു വേദിയുടെ മുന്നിൽ നിന്ന് വീണ സംസാരിക്കുന്നതൊക്കെ കാണാൻ നമുക്കും സന്തോഷമാണ്, നിങ്ങൾക്ക് സന്തോഷമാണ്. ഉറപ്പായിട്ടും എല്ലാവരും എത്തണം. അപ്പൊ വീണേ, കൺഗ്രാറ്റ്സ്. ചെറിയൊരു നേട്ടമല്ല, അതും ഈ 23-ാമത്തെ വയസ്സിൽ ബാങ്ക് ഓഫ് ബറോഡയിൽ കയറിയിരിക്കുകയാണ് IBPS PO ആയിട്ട്. അപ്പൊ ഇപ്പൊ എന്താ തോന്നുന്നത്? ഒരുപാട് സന്തോഷം. ഒരുപാട് നാളത്തെ ആഗ്രഹം അങ്ങനെ സാധിച്ചു. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് കിട്ടുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇനിയും ഈ വർഷം 2026 പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആസ്പിറൻസ് ഉണ്ട്. അപ്പൊ അവർക്കൊരു ഇൻസ്പിറേഷനാണ് ശരിക്കും വീണ. അപ്പം വീണയെ പറ്റി അറിയാൻ അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിരിക്കും. അപ്പൊ വീണയുടെ സ്കൂളിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? ഏത് വിഷയമാണ് പഠിച്ചത്? ഡിഗ്രി എവിടെയായിരുന്നു? അതൊക്കെ ഒന്ന് നമ്മളുടെ ആസ്പിറൻസിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യും. ഞാൻ 2023 ബാച്ച് ഡിഗ്രി പാസ് ഔട്ട് ആണ്. BSc മാത്തമാറ്റിക്സ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. അതിവിടെ തന്നെ പത്തനംതിട്ടയിൽ തന്നെ കാതോലിക്കറ്റ് കോളേജിലാണ് ചെയ്തത്. എന്തുകൊണ്ടാ വീണ ബാങ്കിങ് കരിയർ ചൂസ് ചെയ്തത്? അപ്പൊ കുറേ ആസ്പിറൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്, മിസ്റ്റർ സ്ട്രെസ് അല്ലേ, ബാങ്കിൽ ട്രൈ ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആസ്പിറൻസ് ഉണ്ട്. അപ്പൊ വീണയ്ക്ക് എന്താ അവരോട്, അങ്ങനെ ചോദിക്കുന്ന ആസ്പിറൻസിനോട് എന്താ പറയാനുള്ളത്? എനിക്ക് പണ്ട് തൊട്ടേ ബാങ്കിങ് ഇഷ്ടമാണ്. പക്ഷെ അതൊരു കരിയർ ആയിട്ട് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം റിക്രൂട്ട്മെന്റിന്റെ ഈ പ്രോസസ്സ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നതുകൊണ്ടാണ്. നമുക്കൊരു 6 മാസത്തിനുള്ളിൽ തന്നെ എക്സാം എഴുതി റിസൾട്ടും നമുക്ക് അറിയാൻ പറ്റും. ഒരുപാട് കാലം അങ്ങനെ കാത്തിരിക്കേണ്ടി വരത്തില്ല. അപ്പൊ അതാണ് മെയിൻ റീസൺ. പിന്നെ ഇത് ആദ്യം എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടണമെന്നുള്ള ഇതായിരുന്നു. പിന്നെ ഇത് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ശരിക്കും എനിക്ക് ഈ ഒരു കരിയറിനോട് ഇത്ര ഇഷ്ടമായതും. പിന്നെ വർക്ക് പ്രഷറിന്റെ കാര്യം എല്ലാവരും പറഞ്ഞിട്ട് അറിയാം. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ അത് ആസ്വദിച്ച് ചെയ്യും. അത് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും. ഏത് ജോലിക്കാണ് ടെൻഷൻ ഇല്ലാതെ അല്ലെ? നമ്മൾ ടെൻഷൻ ഇല്ല അല്ലെങ്കിൽ പ്രഷർ ഇല്ല എന്ന് പറയുന്ന ഏത് ജോലിയാ ഉള്ളത്? അപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ സിൻസിയർ ആയിട്ടിരിക്കുക. നമ്മൾ ആ ഒരു പ്രൊഫഷൻ ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. എന്ന് മുതലാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞത് 2023 അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. 2023 ബാങ്കർ ആകണം എന്നൊക്കെ ആഗ്രഹിച്ചെങ്കിലും സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2024. അപ്പൊ 24 എക്സാംസ് ഒക്കെ പ്രിലിംസ് കിട്ടുമായിരുന്നു? കിട്ടുമായിരുന്നു. പ്രിലിംസ് എല്ലാം ക്ലിയർ ചെയ്യായിരുന്നു. അപ്പം മെയിൻസ് ആയിരുന്നു വീണയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു? മെയിൻസ് ആയിരുന്നു. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ ആദ്യമേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എഴുതുന്ന ഒരു എക്സാം നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്വിറ്റ് ചെയ്യും. ഒരുപാട് ആസ്പിറൻസ് ക്വിറ്റ് ചെയ്യും. പക്ഷേ 2024 എല്ലാ എക്സാംസും എഴുതിയിട്ടുണ്ട് അല്ലേ? പക്ഷേ അത് പ്രിലിംസ് എല്ലാം കിട്ടി. വളരെ കുറച്ച് മാർക്കുകൾക്ക് മെയിൻസ് പോകുമായിരുന്നു. അങ്ങനെയാണ് പിന്നെ 2025 വീണ്ടും ഒന്നും കൂടെ പഠിച്ച് ഇപ്പോൾ ഈ ഒരു നേട്ടത്തിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ വീണ ഒരു BSc മാത്സ് ആണ് ഡിഗ്രിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെയുണ്ടായിരുന്നു വീണയ്ക്ക്? ആ ഡിഗ്രിക്ക് മാത്സ് എടുത്തത് കൊണ്ടാണോ വീണയ്ക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പഠിച്ചെടുക്കാൻ പറ്റുന്നത്? അങ്ങനെ കുറെ ആസ്പിറൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. വീണയുടെ ക്വാണ്ടിന്റെ സ്ട്രാറ്റജി എന്തായിരുന്നു? ക്വാണ്ട് ഈസി ആക്കാനായിട്ട് വീണ എന്താ ചെയ്തത്? നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ക്വാണ്ട് അല്ല ഇതിനുള്ളത്.
നമ്മൾ അല്ലാണ്ട് ബേസ് ആയിട്ട് പഠിക്കുന്ന 10 വരെയൊക്കെയുള്ള 10 വരെയുള്ള മാത്സ് ആണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. അതേ ഉള്ളൂ. അപ്പോൾ പിന്നെ അത് നമ്മൾ കുറച്ചും കൂടെ സ്പീഡ് ആക്കുക, കൺസെപ്റ്റ് ക്ലിയർ ആക്കുക, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റണം. അതാണ് മെയിൻ. അത് ആദ്യം എനിക്ക് ക്വാണ്ടിന് അങ്ങനെ ബേസ് ഇല്ലായ്മ ഇല്ലായിരുന്നു. മാത്സ് ആയതുകൊണ്ട് തന്നെ ബേസ് ഉണ്ടായിരുന്നു നന്നായിട്ട്. പിന്നെ ഉണ്ടായിരുന്ന സ്പീഡ് കൂട്ടുക എന്നുള്ളായിരുന്നു. അത് പ്രാക്ടീസ് ചെയ്ത് തന്നെ കൂട്ടിയതാണ്. അപ്പോൾ ക്വാണ്ടിന്റെ കേസിൽ ഇപ്പോൾ പ്രിലിംസിൽ കുറേ ടോപ്പിക്സ് ഉണ്ട്, അതുപോലെ തന്നെ മെയിൻസിലേക്ക് വരുമ്പോഴും ഹൈ ലെവൽ DI ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരുപാട് ആസ്പിറൻസ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ അവർ കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചു, പക്ഷെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ വേറെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് അത് കണക്ട് ആകുന്നില്ല. അപ്പോൾ അതിനെന്താ ഒരു സൊല്യൂഷൻ വീണയ്ക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ പല മെത്തേഡിൽ അത് ചെയ്ത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാവും ഇത്രയും സ്റ്റെപ്പിൻ്റെ ആവശ്യം വരത്തില്ല, ഈ മെത്തേഡ് വേണ്ടി വരത്തില്ല, ഇതൊക്കെ ഒഴിവാക്കായിരുന്നു എന്ന് നമ്മൾ ചെയ്ത് പഠിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് അത് ചെയ്ത് പഠിച്ചാലേ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് വീണയുടെ സ്ട്രാറ്റജി എന്താന്ന് പറഞ്ഞു. ഇനി ഞാൻ എൻ്റെ സബ്ജക്റ്റിലേക്ക് വരാം. ഇപ്പോൾ റീസണിങ് ആകുമ്പോൾ നമുക്ക് പ്രിലിംസിനും മെയിൻസിനും ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ട് റീസണിങ് ചോദിക്കുന്നത് ബാങ്ക് എക്സാമിനാണ്. വേറെ ഏത് എക്സാംസിനെ വെച്ച് നോക്കിയാലും അപ്പോൾ റീസണിങ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഹൈ ലെവൽ പസിൽസ് ഒക്കെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അതെങ്ങനെയായിരുന്നു വീണയുടെ ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു? റീസണിങ് ഞാൻ മിസ്സിനെ മാത്രമേ ഫോളോ ചെയ്തിട്ടുള്ളൂ. അപ്പം മിസ്സിന്റെ ക്ലാസ് ആയിരുന്നു ബേസ് എന്ന് പറയുന്നത്. അപ്പൊ അത് എനിക്ക് നന്നായിട്ട് ബേസ് ഓക്കെ ആയിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളായിരുന്നു. പിന്നെ മെയിൻസ് പ്രിലിംസ് നമുക്ക് കുഴപ്പമില്ല, അത് കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്പീഡ് ആയിക്കോളും, ആക്യുറസി ആണ് അവിടെ ഏറ്റവും വേണ്ടത്, അത് നമുക്ക് കിട്ടിക്കോളും അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ. പക്ഷെ മെയിൻസ് വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്നതിലാണ് കാര്യം എന്ന് തോന്നുന്നു. കാര്യം ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പമായിട്ട് തോന്നുമെങ്കിലും നല്ല ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അതെടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ വീട്ടിൽ ഇരുന്ന് തന്നെ അത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓക്കെ ആവും, നമുക്ക് അത് മനസ്സിലാവും ഏതാണ് എടുക്കേണ്ടതെന്നുള്ളത്. പസിലായാലും സെലക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ സെക്ഷണൽ മോക്കൊക്കെ എടുക്കുമ്പോൾ ഏത് ക്വസ്റ്റ്യൻ ആണ് ആ സമയത്ത് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പം ഹൈ ലെവൽ പസിൽസ് ഒക്കെ തന്നെ നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാകും, ഈസി ക്വസ്റ്റ്യൻസും ഉണ്ടാകും. അപ്പോൾ ആ ഈസി ക്വസ്റ്റ്യൻസ് നമ്മൾ ചൂസ് ചെയ്യുക. ഇത് ഞാൻ എപ്പോഴും ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അപ്പം അതേ പാറ്റേൺ തന്നെയാണ് വീണയും ഫോളോ ചെയ്തത്. ഈസി ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യുമായിരുന്നു. അത് ചില ക്വസ്റ്റ്യൻസ് എനിക്ക് നല്ല ടഫ് ആയിരിക്കും, അത് ചിലർക്ക് എളുപ്പമായിരിക്കും, പക്ഷെ എനിക്ക് നല്ല ടഫ് ഉള്ളതാണെങ്കിൽ ഞാനത് മാറ്റി വെക്കും. എന്നിട്ട് എൻ്റെ ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പസിൽസും സീറ്റിംഗ് അറേഞ്ച്മെന്റും വളരെ ഇമ്പോർട്ടൻ്റ്. അതേപോലെ തന്നെയാണ് മിസ്ലേനിയസ്. ഇപ്പോൾ പ്രിലിംസിലാണെങ്കിലും എന്ത് സ്ട്രാറ്റജിയാണ് എക്സാമിന് ചെയ്തിട്ടുള്ളത്? അതായത് മിസ്ലേനിയസ് ചെയ്തിട്ടാണോ പസിൽസിലേക്ക് വരിക, അതോ അതിൽ ഓർഡറിലാണോ? ഇങ്ങനെ കുറേ പേര് ചോദിക്കാറുണ്ട് ഏത് വേണം. ഞാൻ ആക്ച്വലി ഇവരോട് പറയും, നമുക്കാണ് അത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുക, നമുക്ക് ഈസി ആയിട്ടുള്ള പാർട്ട് ഏതാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രോങ് ഏരിയ ഏതാണ്. വീണയ്ക്ക് എങ്ങനെയായിരുന്നു? വീണ എങ്ങനെയായിരുന്നു എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ പ്രിലിംസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്പീഡ് വേണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അടിച്ചു വിട്ട് അങ്ങനെ പോകത്തില്ല. ചിലപ്പം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അറിയാം പസിൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അന്നേരം തന്നെ അതങ്ങ് ചെയ്യും. അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ അറിയാം ചിലപ്പോൾ മിസ്ലേനിയസ് ആയിരിക്കും, എങ്കിൽ അത് അറ്റംപ്റ്റ് ചെയ്യും. അങ്ങനെ ആ ഓർഡറിലാണ് കൂടുതലും. അത് ക്ലറിക്കൽ എക്സാമിന് അങ്ങനെയാണ് ചെയ്യുന്നത്. POക്ക് വരുമ്പോൾ ഞാൻ കുറച്ചും കൂടെ സെലക്റ്റീവ് ആയിട്ട് എടുക്കാൻ നോക്കാറുണ്ട്, മാക്സിമം അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പം ഏതാണോ അതാണ് ചൂസ് ചെയ്യുക. ശരിക്കും പ്രാക്ടീസിന്റെ ആ ഒരു സ്ട്രെങ്ത് ആണ് വീണ ഇപ്പോൾ ഈ പറഞ്ഞത്. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അത് ഈസി ആണോ അല്ലെങ്കിൽ ടഫ് ആണോ. അപ്പം ഞാൻ എപ്പോഴും പറയും ഡെയിലി ബേസിസിൽ ഒരു 20 പസിൽസ് എങ്കിലും ഒക്കെ നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നതിന്റെ ആ ഒരു റീസൺ ആണ് ഇപ്പോൾ വീണ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മുടെ റീസണിംഗ് എന്ന് പറയുമ്പോഴേ നമുക്ക് അത്യാവശ്യം ലോജിക് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് റീസണിംഗ്. അപ്പോൾ അതിൽ ക്രിട്ടിക്കൽ റീസണിംഗ് ഒരുപാട് ആസ്പിറൻസിന് ബുദ്ധിമുട്ടുണ്ട്. വീണയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ക്രിട്ടിക്കൽ റീസണിംഗ്, അല്ലെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ടാക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നത്? എനിക്ക് ക്രിട്ടിക്കൽ റീസണിംഗ് ഞാൻ ചെയ്ത് നോക്കിയതാണ്. ഇപ്പം മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് മാർക്ക് അതിന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് നമുക്ക് പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ല ടഫ് ആയിരിക്കും, അതിന് നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ മോക്ക് ടെസ്റ്റിൽ നമ്മൾ ചെയ്ത് ശീലിക്കണം. എനിക്ക് ആ ഒരു പോർഷൻ കുറച്ച് സ്കോറിംഗ് ആയിരുന്നു. അതും കൂടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, വീണ പറഞ്ഞത് ആ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്ക് കൂടുതൽ കിട്ടുന്ന സെക്ഷൻ ഏതാണെന്ന് നമ്മൾ സ്വയം അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിലൂടെയാണ് വീണയ്ക്കത് മനസ്സിലായത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കുറേ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആണ്, പക്ഷേ ഇതൊക്കെ നിങ്ങളെ ആ ഒരു ബാങ്കർ എന്ന സ്വപ്നത്തിലേക്ക് എത്തിക്കാൻ ഒരുപാട് സഹായിക്കും. ഇനി ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്ന സബ്ജക്റ്റിലേക്കാണ് ഞാൻ കിടക്കുന്നത്, ഇംഗ്ലീഷ്. അല്ലെ, നമുക്ക് കറക്കി കുത്താൻ ചാൻസ് കൂടുതലുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇംഗ്ലീഷ് എങ്ങനെയാണ് വീണ പഠിച്ചത്?
ഞാൻ രേവതി മിസ്സിന്റെ ബേസ് ഗ്രാമർ ക്ലാസ് മൊത്തം കണ്ടു തീർത്തായിരുന്നു. അതിന്റെ നോട്ട്സ് എൻ്റെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ റിവൈസ് ചെയ്തെല്ലാം വെച്ചിരുന്നു. പിന്നെ ഞാൻ മോക്ക് ടെസ്റ്റ് തന്നെ ചെയ്യുമായിരുന്നു. അത് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പം എനിക്ക് നന്നായിട്ട് ആ ഒരു സെക്ഷനിൽ മാർക്ക് കിട്ടുമായിരുന്നു. അധികം അങ്ങനെ നെഗറ്റീവ് ഒന്നും ഇംഗ്ലീഷിൽ വരത്തില്ലായിരുന്നു. അപ്പൊ എനിക്കത് സ്കോറിംഗ് ആയിരുന്നു. ഞാൻ മെയിൻസിന്റെ ബാച്ച് ജോയിൻ ചെയ്തതിന് ശേഷം രേവതി മിസ്സിന്റെ തന്നെ മെയിൻസിന്റെ ക്ലാസ് കണ്ടിന്യൂസ് കേൾക്കുമായിരുന്നു. അത് റെക്കോർഡഡ് ക്ലാസ് എപ്പോഴും കേൾക്കുമായിരുന്നു. അങ്ങനെ പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അങ്ങനെയാണ് പഠിച്ചെടുത്തത്. വീണ എന്നാ അപ്പൊ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തത്? ഞാൻ 2024 അച്ചീവേഴ്സ് ബാച്ച് ആണ് ആദ്യം ജോയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2025 വീണ്ടും മെയിൻസ് ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പൊ ബേസ് എല്ലാം സ്ട്രോങ് ആക്കിയത് അച്ചീവേഴ്സ് ബാച്ച് വഴിയാണ്. നമ്മുടെ ആദ്യത്തെ ബാച്ച് ആയിരുന്നു 2024 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ ബാച്ച് ആയിരുന്നു അച്ചീവേഴ്സ് ബാച്ച്. അപ്പൊ അതിലൂടെ ബേസ് എല്ലാം സ്ട്രോങ് ആക്കി എല്ലാ സബ്ജക്റ്റിന്റെയും. അപ്പൊ അതിനുശേഷം വീണ്ടും മെയിൻസ് ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്തു. ക്ലാസ്സസ് എങ്ങനെയാ വീണ കണ്ടുകൊണ്ടിരുന്നത്? നമ്മുടെ ക്ലാസ്സസ് എങ്ങനെയായിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരുന്നു. അത് ലൈവ് അല്ല, ലൈവ് അല്ലാതെ റെക്കോർഡഡ് കാണുമായിരുന്നു. അത് കറക്റ്റ് ആയിട്ട് ഞാൻ ഫോളോ ചെയ്യായിരുന്നു. ഒറ്റ ക്ലാസ് പോലും പെൻഡിങ് ഇല്ലാതെ കണ്ടിട്ടുണ്ട്. കാരണം എനിക്ക് തന്നെ അതറിയാം. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് വരുമ്പോൾ പോലും ടെലഗ്രാം വഴിയൊക്കെ വീണ മെസ്സേജ് അയച്ച് നമ്മളോട് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ അധികം ലൈവിൽ വീണ കണ്ടിട്ടുമില്ല, കൂടുതലും റെക്കോർഡഡ് ആണ് കാണുന്നതെന്ന് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി. ഞാനിത് എടുത്ത് ചോദിച്ചതിന്റെ റീസൺ, നമ്മൾ ബാച്ച് പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി ബേസിസിൽ ക്ലാസ്സസ് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ ഒരു സ്വപ്ന ജോലിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ 3 സബ്ജക്ട്, ഇപ്പോൾ പ്രിലിംസിന് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും ഇംഗ്ലീഷും മാത്രമേ ഉള്ളൂ. ഇനി ഏറ്റവും മെയിൻ സബ്ജക്റ്റിലേക്ക് കടക്കാം. മെയിൻസിൽ വരുമ്പോൾ കറണ്ട് അഫേഴ്സ്. അതെങ്ങനെയാണ് വീണ പഠിച്ചത്? കറണ്ട് അഫേഴ്സിന് ഇപ്പം നമ്മുടെ ആസ്പിറൻസ് പോലും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, പക്ഷേ ഒരു ദിവസം പഠിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ ഒരു വീക്കിലെ പഠിച്ചു, ആ പഠിച്ചത് അല്ലെങ്കിൽ അടുത്ത മാസം ആകുമ്പോൾ ഓരോ മാസവും നമുക്കൊരു 6 മാസത്തെ കറണ്ട് അഫേഴ്സ് ആണല്ലോ വേണ്ടത്. ഇതെങ്ങനെയാണ് ഓർത്തിരിക്കുക? ഇപ്പം കഴിഞ്ഞ മാസങ്ങളൊക്കെ എങ്ങനെ ഓർത്തിരിക്കാം? അതിന് എന്ത് സ്ട്രാറ്റജിയാണ് വീണ യൂസ് ചെയ്തത്? കറണ്ട് അഫേഴ്സിന്റെ കാര്യം, എനിക്ക് കറണ്ട് അഫേഴ്സ് അത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു ഈ ഒരു വർഷത്തെ എക്സാമിന്. കാര്യം കഴിഞ്ഞ വർഷം എനിക്ക് കറണ്ട് അഫേഴ്സ് അത്രയും കവർ ചെയ്യാൻ പറ്റാഞ്ഞത് കൊണ്ടാണ് എനിക്ക് എക്സാംസ് ഒന്നും ക്ലിയർ ചെയ്യാൻ 2024 കൺസിസ്റ്റന്റ് ആയിട്ട് കറണ്ട് അഫേഴ്സ് ഫോളോ ചെയ്തില്ല. ഞാൻ പ്രിലിംസിന്റെ റിസൾട്ട് വരെ നോക്കിയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കറണ്ട് അഫേഴ്സ് നോക്കുക. അപ്പം അത്രയും കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം പ്രിലിംസ് വന്നു കഴിഞ്ഞ് അല്ലെങ്കിൽ പ്രിലിംസിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ് വിത്തിൻ 2 വീക്സ് മെയിൻസ് ഉണ്ടാവും. ആ 2 വീക്ക് കൊണ്ട് ഒരിക്കലും നമുക്ക് 6 മാസത്തെ കറണ്ട് അഫേഴ്സ് പഠിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം ശരിക്കും 2024 കുറച്ച് മാർക്ക് കുറഞ്ഞു പോകാനുള്ള ഒരു റീസൺ അതായിരുന്നു. അപ്പൊ അത് എങ്ങനെയാ ഈ 2025 പ്രിപ്പറേഷനിൽ എന്ത് മാറ്റം വരുത്തിയേ? ആദ്യമേ ഞാൻ ഇപ്പൊ നമുക്ക് അറിയാമായിരിക്കുമല്ലോ ഏതാ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാം എന്ന്. അപ്പം അതിനൊരു 6 മാസം എപ്പോഴാണ് എക്സാം നടക്കുന്നത്, അപ്പൊ അതിനൊരു 6 മാസം മുമ്പുള്ളത് നേരത്തെ തന്നെ നമ്മൾ ഓരോ മാസം. അപ്പൊ ഞാൻ ചെയ്തത് മന്ത്ലി കറണ്ട് അഫേഴ്സ് കവർ ചെയ്യാന്നുള്ള മന്ത്ലി PDF എടുക്കും. അത് ഇപ്പം മുമ്പെടുത്ത മാസത്തെ ആയിരിക്കുമല്ലോ നമുക്ക് പിന്നെയുള്ള മാസം കിട്ടുന്നത്. ആ മാസം അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും. മാക്സിമം തവണ അത് റിപ്പീറ്റ് ചെയ്യും. അതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്ത് പഠിച്ചിട്ടാണ് ഇത്തവണ. പിന്നെ ചില ഡേറ്റാസ് ഓർമ്മ നിൽക്കാൻ എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ചിലത് അത് സമയം എടുക്കും. അത് കുറെ നമ്മളിങ്ങനെ പഠിച്ചു കഴിയുമ്പം താനെ അത് നമുക്ക് ഓക്കെ ആയിക്കോ. ഓക്കെ, അപ്പൊ മന്ത്ലി കറണ്ട് അഫേഴ്സ് ആണ് വീണ ഫോളോ ചെയ്തത്. അതായത് ഡെയിലി കറണ്ട് അഫേഴ്സിന് സമയം കൊടുക്കും, പക്ഷെ അത് മന്ത്ലി ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കൂടെ ഇതെല്ലാം റിവൈസ് ചെയ്തതിന് ശേഷം അനുശ്രീ മിസ്സിന്റെ ക്ലാസ് കേൾക്കുമായിരുന്നു, റെക്കോർഡഡ് ക്ലാസ്. അതൊരു റിവിഷൻ പോലെ അത് നടന്നോളുമായിരുന്നു. ക്ലാസ് കേൾക്കുമ്പോൾ നമ്മൾ ഓൾറെഡി കവർ ചെയ്തതായിരിക്കും അതിൻ്റെ അകത്ത്. അപ്പൊ അത് നമ്മൾ പിന്നെ അത് കേൾക്കുന്നതുകൊണ്ട് അങ്ങനെ ഓർമ്മ നിൽക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ റിവിഷൻ സ്ട്രാറ്റജിയാണ് പറഞ്ഞത്. മന്ത്ലി കറണ്ട് അഫേഴ്സ് റിവൈസ് ചെയ്ത് പിന്നെ നമ്മളുടെ അനുശ്രീ മിസ്സിന്റെ റിവിഷൻ ക്ലാസ്സസ് ആയിരുന്നു വീണ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 4 സബ്ജക്ട് നമ്മൾ കഴിഞ്ഞു. പക്ഷേ IBPS POയ്ക്ക് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ CBT എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്തിട്ടാണ് എക്സാം വരുന്നത്. അതിനെന്താ ചെയ്തേ? ഞാൻ SAയ്ക്ക് ചെയ്തത് നേരത്തെ ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നേരത്തെ നോട്ട് ചെയ്തിട്ട് അതിന് പ്രിപ്പയർ ചെയ്ത് വെച്ചു SA. പിന്നെ ഇത് നമ്മൾ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്യാൻ സ്പീഡിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തൊട്ട് ഈ ടച്ച് ടൈപ്പിംഗ് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര പാടില്ലായിരുന്നു സ്പീഡാക്കി എടുക്കാൻ വേണ്ടി. അത് പ്രാക്ടീസ് ചെയ്തപ്പോൾ അത് ഓക്കെ ആയിരുന്നു. മെയിൻസ് ഒക്കെ നന്നായിട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് ഇന്റർവ്യൂ ആണ് അല്ലേ? അപ്പൊ എന്തായാലും IBPS പാനലിന്റെ മുന്നിൽ പോയിരിക്കണം. നമ്മുടെ ഉള്ളിൽ ചെറിയ ടെൻഷൻസും പേടിയൊക്കെ ഉണ്ടാകും. ഒരുപാട് ആസ്പിറൻസിന് ഇന്റർവ്യൂ എന്ന് കേൾക്കുമ്പോഴേ ഒരു ടെൻഷനാണ്. അപ്പൊ ആ ഒരു ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ഫേസ് എങ്ങനെയായിരുന്നു? എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്? അതുകൂടാതെ ഇന്റർവ്യൂവിന് ചെന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇന്റർവ്യൂവിന്റെ എൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് ഞാൻ നമ്മുടെ ഇന്റർവ്യൂ ട്രാൻസ്ക്രിപ്റ്റ് എടുത്തിട്ട് വായിച്ചു നോക്കുമായിരുന്നു ചെയ്തത്. അപ്പം ഒരുപാട് നമുക്ക് ക്വസ്റ്റ്യൻസ് മനസ്സിലാവും, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ എങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് അത് കവർ ചെയ്യുകയാണ് മെയിനായിട്ട് ചെയ്തത്. അത് ഒരുപാടെണ്ണം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ രാവിലത്തെ ആയിരുന്നു എൻ്റെ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഞാൻ ചെന്നപ്പം തന്നെ എൻ്റെ DV കഴിഞ്ഞു, പെട്ടെന്ന് തന്നെ ഇന്റർവ്യൂവും കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക്
ടെൻഷൻ അടിക്കാനുള്ള ഒരു ടൈം കിട്ടിയില്ല. അതിന് മുമ്പ് എല്ലാം കഴിഞ്ഞു. പിന്നെ പാനൽ നല്ലതായിരുന്നു, അവർ നല്ല സപ്പോർട്ടീവായിട്ട് തന്നെ എൻവയോൺമെന്റ് അവർ ക്രിയേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, അവരെ ഫേസ് ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതങ്ങ് നടന്നു. അപ്പൊ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആകും എന്നുള്ളൊരു തെളിവാണ് വീണ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ഇതൊരു IBPS POയുടെ ഈ 2025 ജേർണിയാണ് ഇപ്പൊ പറഞ്ഞത്. 2024 കട്ടയ്ക്ക് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഏതെങ്കിലും ഒക്കെ എക്സാം കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. SBI ക്ലർക്ക്, അത് ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത എക്സാം ആയിരുന്നു. നമുക്ക് 2025 അതിന്റെ മെയിൻസ്. അപ്പൊ കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ആദ്യം നോട്ടിഫിക്കേഷൻ തൊട്ടേ ഞാൻ കൃത്യമായിട്ട് പഠിക്കുന്ന ഒരു സാധനമായിരുന്നു. അത് അതിന് കറണ്ട് അഫയേഴ്സ് ഞാൻ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. മുമ്പെടുത്തെ ഉള്ള അനുഭവം ഉള്ളതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് രണ്ടാമത്തെ ഷിഫ്റ്റ് ആയിരുന്നു. ഓർമ്മയുണ്ടെങ്കിൽ അറിയാം, അത് നല്ല കറണ്ട് അഫയേഴ്സ് നല്ല പാടായിരുന്നു. എനിക്ക് ആകെ ഒരു 2 ക്വസ്റ്റ്യൻസ് എങ്ങാണ്ടാ ചെയ്യാൻ പറ്റിയത്. അപ്പം അത് കാരണം ഒരുപാട് മാർക്ക് എനിക്ക് പുറകോട്ട് പോയി. ഞാൻ പക്ഷെ എന്നാലും വിചാരിച്ചായിരുന്നു കിട്ടുമെന്ന്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ കിട്ടിയില്ല. അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് തോന്നുന്നു അത് കിട്ടാതിരുന്നത് കൊണ്ടായിരുന്നു മോട്ടിവേഷൻ. അതെ, അത് കിട്ടായിരുന്നു. അപ്പം കുറച്ചുകൂടെ വാശിയായി. ഒരു ക്ലർക്ക് കിട്ടാതായപ്പോൾ ഉള്ള ഒരു സങ്കടം, ആ സങ്കടത്തിൽ നിന്നുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് ഇന്നൊരു PO ലെവലിലേക്ക് എത്തി നിൽക്കുന്നത്. ഒരുപാട് ആസ്പിറൻസ് ഇപ്പോൾ കുറെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് RRB ക്ലർക്കിന്റെ റിസൾട്ടും അപ്പോൾ പ്രിലിംസ് കിട്ടാത്തവരും അതേപോലെ തന്നെ IBPS POയുടെ മെയിൻസ് ആണെങ്കിലും വളരെ കുറച്ച് മാർക്കിന് പോയ ഒരുപാട് ആസ്പിറൻസ് എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇടും. അപ്പോൾ എനിക്ക് അവരോട് വീണയുടെ മറുപടി മാത്രമാണ് പറയാനുള്ളത്. നമ്മുടെ റൈറ്റ് ടൈം ആകുമ്പോൾ റൈറ്റ് പൊസിഷനിൽ നമ്മൾ എത്തിച്ചേരും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക, അത് മാത്രമാണ്. വീണയ്ക്ക് എന്താണ് ആസ്പിറൻസിനോട് പറയാനുള്ളത്? ആദ്യമൊക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ പ്രിലിംസ് കിട്ടാത്തവർ കാണും, ചിലപ്പോൾ മെയിൻസിന് മാത്രം പോകുന്നവർ കാണും. എങ്ങനെയായാലും നമ്മളത് പ്രാക്ടീസ് ചെയ്ത് നമുക്കറിയാം എവിടെയായിരിക്കും നമുക്കത് പോകുന്നതെന്നുള്ളത്. ആ ഏരിയ നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് വർക്ക് ചെയ്യുക, എന്തായാലും റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അപ്പൊ വീണ ഇപ്പൊ ക്ലർക്ക് എക്സാം ഒക്കെ നമുക്കറിയാലോ, സ്റ്റേറ്റ് വൈസ് വേക്കൻസിയാ വരുന്നത്. എല്ലാം കേരളത്തിലാണോ കൊടുക്കുന്നത്? ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ തമിഴ്നാട് കൊടുക്കുമ്പോൾ കട്ട് ഓഫ് അവിടെ കുറവ് വരും, അപ്പൊ അങ്ങോട്ട് മാറ്റി കൊടുക്കണോ? ഇപ്പൊ LPT ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ കൊടുക്കാൻ ഒരു കോൺഫിഡൻസ് ആസ്പിറൻസ് എനിക്ക് ചില സമയങ്ങളിൽ തോന്നാറില്ല. വീണ എങ്ങനെയാ ചെയ്തിട്ടുള്ളത്? ഞാൻ 2024 ഇവിടെ അല്ലായിരുന്നു കൊടുത്തത്, തമിഴ്നാടായിരുന്നു കൊടുത്തത്. അപ്പം പ്രിലിംസ് എന്തായാലും കിട്ടും, നല്ല കട്ട് ഓഫ് കുറവാണ്. പക്ഷെ മെയിൻസ് വന്നപ്പോൾ നേരെ തിരിഞ്ഞുപോയി. കേരളത്തിൽ കട്ട് ഓഫ് കുറവും തമിഴ്നാട്ടിൽ കട്ട് ഓഫ് കൂടുതലും. എനിക്ക് കേരളത്തിന്റെ കട്ട് ഓഫ് ഉണ്ടായിരുന്നു. അത് പ്രിലിംസിൽ ഓൾറെഡി എനിക്ക് കേരളത്തിന്റെ കട്ട് ഓഫ് കിട്ടിയായിരുന്നു. അപ്പം മെയിൻസ് ഇവിടെ തന്നെ ആയിരുന്നെങ്കിൽ അത് കിട്ടിയായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ എല്ലാവരും, എനിക്ക് തോന്നുന്നു എല്ലാവരും വന്നിട്ട് മലയാളികളാണ് കൂടുതലും തമിഴ്നാട്ടിൽ വന്ന് എഴുതുന്നത്. അപ്പോൾ കട്ട് ഓഫ് നല്ല കൂടുതലായിരിക്കും മെയിൻസിന്. അപ്പോൾ അത് ആലോചിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ ഹോം ടൗണിലൊക്കെ കിട്ടണം, സ്വന്തം നാട്ടിൽ ജോലി ചെയ്യണം എന്ന് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് എവിടെയാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ വീണയുടെ ഒരു എക്സ്പീരിയൻസ് ആണ് വീണ ഇപ്പം നിങ്ങളോട് ഷെയർ ചെയ്തത്. ഒരുപാട് ആസ്പിറൻസ് എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, മിസ് ടൈം എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? ഇപ്പം ഞങ്ങൾ ക്ലാസ്സസ് ഒക്കെ കാണുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ക്വാണ്ട് എത്ര നേരം പഠിക്കണം, റീസണിങ് എത്ര നേരം പഠിക്കണം, കറണ്ട് അഫയേഴ്സ് എപ്പോഴാണ് പഠിക്കേണ്ടത്? അപ്പോൾ ഒരു ബാങ്ക് എക്സാം ആസ്പിറന്റ് ആയിരുന്നപ്പം വീണയുടെ ഒരു ഡേ എങ്ങനെയായിരുന്നു എന്ന് നമ്മുടെ ആസ്പിറൻസിന് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യണം. ഞാൻ രാവിലെ 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും എണീക്കുന്നത്. അപ്പോൾ അന്നേരം തൊട്ട് ആദ്യം ചെയ്യുന്ന കാര്യം മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. അത് മെയിൻസിന്റെ ടൈം ആണെങ്കിൽ മെയിൻസിന്റെ മോക്ക് ടെസ്റ്റ്, പ്രിലിംസ് ആണെങ്കിൽ പ്രിലിംസിന്റെ. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ അടുത്ത സെക്ഷൻ, അതെ, അത് ഫുൾ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം പിന്നീട് ക്വാണ്ട് അല്ലെങ്കിൽ റീസണിങ്, അത് ഏതാണോ ഡേ ഞാൻ നേരത്തെ തീരുമാനിച്ചു വെച്ചേക്കും. അപ്പൊ അതനുസരിച്ച്, അതായത് നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്നേ പ്ലാൻ ചെയ്യും. അപ്പം നിങ്ങളോട് എപ്പോഴും ഞാൻ അതേ കാര്യം ക്ലാസ്സിൽ പറയാറുണ്ട്, നാളത്തെ പ്ലാൻ നമുക്ക് ഇന്നുണ്ടായിരിക്കണം. അതിനനുസരിച്ച് ക്വാണ്ട്, അത് ക്ലാസ് കേൾക്കണമെങ്കിൽ ക്ലാസ് കേൾക്കും, അല്ലെങ്കിൽ സെക്ഷണൽ ആണെങ്കിൽ അങ്ങനെ എന്താണോ ഞാൻ വിചാരിച്ചേക്കുന്നത് ആ കാര്യം കംപ്ലീറ്റ് ചെയ്യും. ഒരു സബ്ജക്ട് എടുക്കും, ക്വാണ്ടോ റീസണിങ്? അതെ, ഏതെങ്കിലും ഒരെണ്ണം എടുക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് ട്യൂഷൻ എടുക്കുമായിരുന്നു. അപ്പൊ ആ ട്യൂഷനും കഴിഞ്ഞിട്ട് പിന്നാണ് കറണ്ട് അഫയേഴ്സും ഇംഗ്ലീഷും കംപ്ലീറ്റ് ചെയ്യുന്നത്. ട്യൂഷൻ എടുത്തുകൊണ്ടാണ് ഈ ഒരു ബാങ്ക് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്യൂഷൻ ഓൾമോസ്റ്റ് ഒരു എത്ര സമയം പോകും? അതൊരു 3-3.5 മണിക്കൂറോളം. ഓക്കെ, ഒരു 3.5 മണിക്കൂറോളം ട്യൂഷന് വേണ്ടിയിട്ട് വീണ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ക്ലാസ്സസും കാണുകയും അതുകൂടാതെ പ്രാക്ടീസും അതിനൊപ്പം തന്നെയാണ് ഈ ട്യൂഷനും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആസ്പിറൻസിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ എഫേർട്ടാണ്, നമ്മളത് കണ്ടെത്തുക. എങ്ങനെ ടൈം മാനേജ് ചെയ്യണമെന്ന് സ്വയമാണ് നമുക്ക് മനസ്സിലാകാം. അപ്പം കറണ്ട് അഫയേഴ്സും ഇംഗ്ലീഷും ഒക്കെ എപ്പോഴാണ് പഠിച്ചുകൊണ്ടിരുന്നത്? അത് ഞാൻ ഇത് രാത്രിയിലത്തെ ആ ഒരു സെക്ഷനിലാണ് ഇംഗ്ലീഷും കറണ്ട് അഫയേഴ്സും. ഇംഗ്ലീഷിന്റെ നേരത്തെ തന്നെ ബേസ് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് പിന്നെ നമുക്ക് സെക്ഷനിലും പിന്നെ എന്തെങ്കിലും ക്ലാസ് ഉണ്ടെങ്കിൽ അത് കാണും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കറണ്ട് അഫയേഴ്സ് മൊത്തം അപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് കുറേയും കൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. മെയിൻ ആയിട്ടുള്ള ഹെഡ്ലൈനേഴ്സ് അല്ലാണ്ട് തന്നെ വേണ്ടി വരും. കാര്യം ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ ഈ കാര്യങ്ങളെല്ലാം കാണും. നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ, അതപ്പോൾ നല്ലൊരു മന്ത്ലി മാഗസിൻ എടുത്ത് പഠിക്കേണ്ടി വരും. അപ്പോൾ അത് അങ്ങനെ
തന്നെ കംപ്ലീറ്റ് ഓക്കെ, അപ്പം ഓൾമോസ്റ്റ് ഇപ്പൊ എനിക്കൊന്ന് കുറെ മെയിൻസ് എഴുതി വന്നതുകൊണ്ട് എവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് വീണയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഈ കറണ്ട് അഫയേഴ്സ് തന്നെ ഞാൻ പഠിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ആ വേർഡ് ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എനിക്ക് മനസ്സിലായിരുന്നില്ല എന്ന് ആസ്പിറൻസ് പറയാറുണ്ട്. നമ്മൾ കുറെ എഴുതി കഴിയുമ്പോൾ അത് ഓക്കെ ആകും, നമുക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നതെന്ന്. അത് ഒരുപാട് മെയിൻസ് എഴുതിയതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പം നിങ്ങളും കറണ്ട് അഫയേഴ്സ് ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ വീണ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇപ്പം നമുക്ക് ഒരാളുടെ സ്ട്രാറ്റജി ആയിരിക്കില്ല വേറൊരാൾക്ക് വർക്ക് ആകുക, പക്ഷേ എന്നാലും നിങ്ങൾ സ്വയം നോക്കുക, എനിക്ക് ഏത് ടൈമാണ്, ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഓക്കെ ആകുന്നത്. അത് സ്വയം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുക. വീണേ, ഇപ്പം ഞാനൊരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ ബാങ്ക് എക്സാം ആസ്പിറൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാങ്കർ ആകാൻ ആഗ്രഹിക്കുന്നവരോട് ഒരു 1 വേർഡ് പറയാൻ പറഞ്ഞാൽ വീണ എന്തായിരിക്കും പറയാ? ഞാൻ പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക, കൺസിസ്റ്റൻസി എന്നായിരിക്കും. അപ്പൊ കൺസിസ്റ്റൻസി ആണ് വീണ പറയുന്നത്. അത് എന്ത് കാര്യത്തിലാണെങ്കിലും, ഇപ്പൊ നമ്മുടെ ബാങ്ക് എക്സാം ആണെങ്കിലും വേറെ ഏത് എക്സാം ആണെങ്കിലും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക. അപ്പൊ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് എത്തിച്ചേരും. അപ്പൊ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക. ഇതുപോലെ ഒരുപാട് ഇന്റർവ്യൂസ് എടുക്കാൻ എല്ലാവരുടെയും വീട്ടിലേക്ക് വരാൻ പറ്റട്ടെ. അപ്പോൾ ഇത് കാണുന്ന എല്ലാ ആസ്പിറൻസിനെയും നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടാവട്ടെ. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.